ഹായ് ഫ്രണ്ട്സ്, ലാൽസീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ അസമിലെ ഗുവാഹത്തിയിലാണ്. ഇവിടെ കാഴ്ചകളൊക്കെ കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അമ്പലമാണ് കാമാഖ്യ ക്ഷേത്രം. ഇത് ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഒരു വിഗ്രഹമില്ല, അതിന് പകരം ഒരു കല്ലാണുള്ളത്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ധാരാളം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. താന്ത്രിക ആചാരങ്ങൾ, മാതൃദേവിയുടെ ശക്തി ഇവിടെ ആരാധിക്കുന്നുണ്ട്. പ്രകൃതിദത്ത ഒരു നീരുറവ ഇവിടെ എപ്പോഴും നനവുള്ളതായിരിക്കും. ഇത് ദേവിയുടെ ഒരു ശക്തിയായി കരുതപ്പെടുന്നു. അസമിലെ ഗുവാഹട്ടിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ അകലെ നിലഞ്ചൽ പർവ്വതത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മാതൃദേവതയുടെ വിഗ്രഹമോ ചിത്രമോ ഇല്ല എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. നല്ലൊരു കയറ്റം കയറി വേണം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ. റോഡിൻ്റെ 2 സൈഡിലും ധാരാളം വണ്ടികളുണ്ട്. ഭിത്തിയിൽ മനോഹരമായ ചിത്രങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട്. 2 വശത്തും ധാരാളം കടകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്ത ശേഷം അമ്പലത്തിലേക്ക് കയറുകയാണ്. വരുന്നവർക്ക് വേണ്ടി ധാരാളം ഡ്രസ്സുകളും അമ്പലത്തിൽ നേർച്ച കൊടുക്കാനുള്ള സാധനങ്ങളുമൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. അവിടെ അകത്തേക്ക് കയറുന്നിടത്ത് പൂക്കളുമായിട്ടൊക്കെ നിൽപ്പുണ്ട് ആൾക്കാർ. താമരപ്പൂവാണ്. സ്ത്രീകളുടെ ഒരു അമ്പലം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഭൂമിയിൽ നിന്ന് 20 അടി താഴെയുള്ള ഒരു ഗുഹയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആർത്തവം ആഘോഷിക്കപ്പെടുന്ന ഒരു ക്ഷേത്രമാണ് കാമാഖ്യ ക്ഷേത്രം. ഹിന്ദുമത ആചാരപ്രകാരം ഒരു സ്ത്രീയുടെ ആർത്തവ സമയത്ത് അവർക്ക് അമ്പലത്തിൽ പ്രവേശനമില്ല. മതപരമായ ഒരു കാര്യത്തിലും അവരെ ഇടപെടുത്തുകയുമില്ല. എന്നാൽ കാമാഖ്യ ക്ഷേത്ര സ്ത്രീകൾക്ക് ആർത്തവ സമയത്തും പ്രവേശിക്കാൻ സാധിക്കും. ദേവിയെ ആർത്തവ സമയത്ത് ആരാധിക്കുന്ന ക്ഷേത്രമാണിത്. സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നാൽ പ്രധാന വാതിൽക്കലെത്താം. അവിടെ 2 കാവൽ നായ്ക്കളുടെ പടങ്ങളൊക്കെ ഉണ്ട്. നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് ധാരാളം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ 3 തവണ ദർശനം നടത്തുന്നവർക്ക് ലൗകിക ബന്ധത്തിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. തന്ത്രവിദ്യകൾക്ക് പ്രസിദ്ധമാണ് ഈ ക്ഷേത്രം. ദൂരദേശങ്ങളിൽ നിന്നും സന്യാസിമാരും ഋഷിമാരും വരെ ഇവിടെ ദർശനത്തിനായി എത്തുന്നുണ്ട്. എല്ലാ വർഷവും ഇവിടെ ഒരു വലിയ മേള നടക്കുന്നുണ്ട്. അബുവച്ചി മേള എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ജൂണിലാണ് ഈ മേള നടക്കുന്നത്. ദേവി ഋതുമതിയായ സമയത്താണ് ഈ മേള നടക്കുന്നത്. ഈ കാലയളവിൽ ക്ഷേത്രത്തിൽ ആർക്കും പ്രവേശനമില്ല. ഇവിടെ മന്ത്രവാദി വിദ്യകൾ നടക്കുന്നുണ്ട്. ആർക്കെങ്കിലും ദുർമന്ത്രവാദത്തിൻ്റെ ദോഷഫലം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഇവിടെ വന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മോചനം നേടാമെന്നാണ് പറയപ്പെടുന്നത്. കാമാഖ്യയിലെ തന്ത്രിമാരും സന്യാസിമാർക്കുമൊക്കെ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുണ്ട് എന്നാണ് വിശ്വാസം. ദുഷ്ടശക്തികളെ അകറ്റുവാനും ഇവിടുത്തെ തന്ത്രിമാർക്ക് കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. വിവാഹം, സന്താനങ്ങൾ, സമ്പത്ത്, മറ്റനുഗ്രഹങ്ങൾ എന്നിവയ്ക്കായി പലരും കാമാഖ്യ ക്ഷേത്രത്തിൽ തീർത്ഥാടനം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ടീമിലുള്ള പലർക്കും ഇവിടെ നല്ല വിശ്വാസമാണ്. അവരെ ഉള്ളിൽ പ്രവേശിച്ചു. ഞങ്ങൾ ചുറ്റുപാട് നടന്ന് കാണുകയാണ്. നല്ല കൊത്തുപണികൾ കൊണ്ട് ഈ അമ്പലം അലങ്കരിച്ചിട്ടുണ്ട്. കൂടുതൽ പേരും ചുമന്ന ഡ്രസ്സുകളാണ് ധരിച്ചിരിക്കുന്നത്. ഉള്ളിൽ പ്രവേശിക്കുന്നതിനായി നീണ്ട ക്യൂ നമുക്കിവിടെ കാണാവുന്നതാണ്. പല സ്ഥലങ്ങളിൽ നിന്ന് പല ഭാഷ സംസാരിക്കുന്ന ധാരാളം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
ധാരാളം പ്രാവുകൾ ഈ അമ്പലത്തിൻ്റെ ചുറ്റും പറന്ന് നടക്കുന്നുണ്ട്. രണ്ട് കല്യാണം ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റേതായ തിരക്കുമുണ്ട് ഇവിടെ. മറ്റൊന്ന് ശ്രദ്ധിച്ചത്, ഇവിടെ ധാരാളം ആടുകൾ നടക്കുന്നുണ്ട്. ഇവിടെ മൃഗങ്ങളെ ബലി അർപ്പിക്കുന്നുണ്ട്. പോത്തിനെയും ആടിനെയും ബലി അർപ്പിക്കുന്നത് ഇവിടെ പതിവാണെങ്കിലും ഇവിടെ ഒരു പെൺമൃഗത്തെയും ബലി അർപ്പിക്കുന്നതായി കേട്ടില്ല. ഇതിനോടൊപ്പം മാതൃദേവിയെ പ്രീതിപ്പെടുത്താൻ കന്യാപൂജയും ഭണ്ഡാരം നിറച്ചു കൊടുക്കാം എന്നുമാണ് വിശ്വാസം. അതുവഴി ആഗ്രഹങ്ങളൊക്കെ നിറവേറും എന്നും വിശ്വസിക്കുന്നു. ജൂൺ മാസത്തിൽ 3 ദിവസം കാമാഖ്യ ദേവിയുടെ ക്ഷേത്രം അടച്ചിടുന്നു. ഈ ദിവസങ്ങളിൽ സതീദേവിക്ക് ആർത്തവം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ 3 ദിവസങ്ങളിൽ പുരുഷന്മാർക്ക് ഇവിടെ പ്രവേശനമില്ല. ഈ 3 ദിവസങ്ങൾ ദേവിയുടെ മുന്നിൽ ഒരു വെളുത്ത തുണി സൂക്ഷിക്കുന്നു. അതിൻ്റെ നിറം 3 ദിവസം കൊണ്ട് ചുവപ്പായി മാറുന്നു. അമ്പുവച്ചി തുണി എന്നാണ് ഈ തുണിയുടെ പേര്. ഇതാണ് ഭക്തർക്ക് പ്രസാദമായി നൽകുന്നത്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ വാതിലുകൾ സ്വയമേവ അടയപ്പെടുന്നു. ഇതിനുശേഷം 4-ാം ദിവസം കാമാഖ്യ ദേവിയുടെ വിഗ്രഹം കുളിപ്പിച്ച് ചടങ്ങുകൾ നടത്തിയ ശേഷം ക്ഷേത്രം വീണ്ടും തുറക്കുന്നു. ഇത്തരമൊരു അത്ഭുതവും ആരാധനാരീതിയും ലോകത്ത് മറ്റൊരിടത്തും കാണാൻ സാധിക്കില്ല. നല്ല വലിപ്പവും എടുപ്പുമുള്ള നല്ല ആടുകളൊക്കെ കുട്ടികളുമൊക്കെ ഇതിൽ നടപ്പുണ്ട്. പലതരം ആചാരങ്ങൾ ഞങ്ങളിവിടെ കണ്ടു. ഇവിടെ ധാരാളം ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്ന കാണാം. ദക്ഷ്യയാഗ സമയത്ത് തൻ്റെ പിതാവിനെ കാണാനായി എത്തിയ സതീദേവിയെ ദക്ഷ്യൻ അപമാനിച്ചു. ആ ദുഃഖം താങ്ങാനാവാതെ സതീദേവിയെ ആകാശത്തിൽ ചാടി ജീവനൊടുക്കി. സതീദേവിയുടെ ഭർത്താവായ പരമശിവൻ സതിയുടെ ശരീരം കയ്യിലെടുത്ത് ലോകം മുഴുവൻ അലഞ്ഞു നടന്നു. ഇതിൽ നിന്ന് പരമേശ്വരനെ പിന്തിരിപ്പിക്കാനായി മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതിയുടെ ശരീരം പല കഷ്ണങ്ങളായി നുറുക്കി ഓരോ ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. അതിൽ സതീദേവിയുടെ യോനി ഭാഗം വീണ സ്ഥലമാണ് പിന്നീട് കാമാഖ്യ ക്ഷേത്രമായി മാറിയത്. സതീദേവിയുടെ ശരീരഭാഗങ്ങൾ വീണിടമെല്ലാം ശക്തിപീഠങ്ങൾ നിലവിൽ വന്നുവെന്നും പറയപ്പെടുന്നു. കാമാഖ്യ ക്ഷേത്രത്തിലെ ഒരു ശക്തിപീഠം മാത്രമല്ല, ദശമഹാവിദ്യകൾ ആരാധിക്കപ്പെടുന്ന അതിപ്രധാന കേന്ദ്രമാണ്. ഇവിടെ ദേവിയെ 10 വ്യത്യസ്ത ശക്തി രൂപങ്ങളായി ആരാധിക്കുന്നു. കാളി, താര, ത്രിപുരസുന്ദരി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധുമാവതി, ബഗളാതിമുഖി, മാതങ്കി, കമല എന്നീ രൂപങ്ങളിലാണ്. ഇങ്ങനെയാണ് കാമാഖ്യ ക്ഷേത്രത്തിലെ ദേവിയെ 10 മഹാവിദ്യകളായി ആരാധിക്കുന്നത്. ഓരോ രൂപവും മനുഷ്യ ജീവിതത്തിലെ വ്യത്യസ്ത ശക്തികളെയും അവസ്ഥകളെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇവയെല്ലാം ചേർന്നതാണ് അമ്മ കാമാഖ്യയുടെ സമ്പൂർണ്ണ ശക്തി. ഇവിടെ ഒരു മനോഹരമായ കുളമുണ്ട്. രാവിലെ ഇവിടെ നല്ല തണുപ്പും ഉച്ചയ്ക്ക് നല്ല വെയിലുമാണ് ഈ പ്രദേശത്തിപ്പോൾ. കാമാഖ്യ എന്നാൽ സർവ്വ അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഭഗവതി എന്നാണ് അർത്ഥം. നിരനിരയായി നീണ്ടു നിൽക്കുന്ന ക്യൂവിൽ നിൽക്കുന്നവർ എപ്പോൾ ഇറങ്ങി വരുമെന്നറിയാത്തതുകൊണ്ട് ഞങ്ങൾ മടക്കയാത്രയ്ക്ക് ഒരുങ്ങി. താഴെ കടയെല്ലാം കണ്ട് അവിടെ സാധനം വാങ്ങിക്കാൻ വരുന്നവരുടെ തിരക്കുമൊക്കെ അറിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ജനങ്ങളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാണുക, മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ യാത്ര തുടരട്ടെ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.
വീണ്ടും ഒരു വീഡിയോയുമായി വേഗം വരാം എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. താങ്ക് യു.